ചെറുപ്പത്തിലൊക്കെ കൂടുതലും ഞാനിതേ ദിലീപേട്ടൻ്റെ ഫിലിമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഫാനും കൂടിയാണ്. അപ്പോൾ ഇതേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഗിവവേയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു. ദേവൂസ് ബുട്ടീക്ക് എന്നുള്ള ടോപ്പാണ് കേട്ടോ. അടിപൊളി അജറക്കിൽ വരുന്ന ഒരു ടോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ കിഷോറേട്ടനെ കാണാൻ പോയിട്ടോ. വേറെ ഒന്നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആൾ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ആളേനെ ഒന്ന് കണ്ട് യാത്ര പറയാം. ആൾ നൈറ്റ് 10 മണിക്കും കണ്ടോ പോവും കേട്ടോ. അപ്പോൾ നമ്മൾ ആളെ കണ്ട് യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ആളുടെ വീട്ടിലേക്ക് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വിൻഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തിടുന്നവരും എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു. അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇതേ പട്ടാമ്പിക്കായിട്ട് പോയത്. ഒരു റൂബി പിങ്ക് കളർ ലെഗിൻസ് തപ്പിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടോ നടക്കണു. തപ്പിക്ക് വെയ്യാണ്ടായിട്ടുണ്ട്. ഞാനായാലും വിൻഷേട്ടനായാലും ഡെയിലി ഈ ഒരു ലെഗിൻസിൻ്റെ പിന്നാലെ കുറച്ച് ദിവസമായിട്ട് കേട്ടോ. അവസാനം നമ്മൾ ഏകദേശം ഒപ്പിക്കുന്ന രീതിയിൽ, കറക്റ്റ് കിട്ടിയില്ലെങ്കിലും കൂടിയിട്ട് ഏകദേശം ഒപ്പിക്കുന്ന രീതിയിൽ ഇതേ ലെഗിൻസൊക്കെ എടുത്തു. പിന്നെ തേജപ്പന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് കയറിയിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ തേജുവിന് ഇതേ ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ചൂണ്ടിക്കാട്ടാണ് തൊട്ടോ. അപ്പോൾ നമ്മളത് 4 പീസ് പറഞ്ഞു. അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കണത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പടം കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കണ നേരത്തായിരുന്നു കറക്റ്റ് ടൈമിൽ സംഭവം വന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണ നേരത്തെ മഴയും കൂടിയും പെയ്തു. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു നമുക്കിന്ന് പടം കാണാൻ പറ്റില്ല, നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ വേഗം കഴിച്ചു. എങ്ങാനും കുറയാണെങ്കിൽ വേഗം പോവാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ ഇറങ്ങുന്ന നേരത്തേക്ക് മഴ ചെറുതായിട്ടൊന്ന് തോർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പടച്ചു വിട്ടു വണ്ടിയുമേ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഗരുഡ മാളിലേക്ക് ആട്ടോ എത്തിയത്. അവിടെ ഇതേ കയറി വേഗം ടിക്കറ്റ് ഒക്കെ എടുത്തു. ഏകദേശം പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേഗം ഓടിക്കയറി ഫ്രണ്ടിലാട്ടോ സീറ്റ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, ഇരുന്ന് കാണാനൊക്കെ പറ്റിയിട്ടോ. നല്ല അടിപൊളി പടാട്ടോ. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിലും പേഴ്സണലി അറിയുന്നവരൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടി ഇതിലെ ആക്ട് ചെയ്തിട്ടുള്ള ആക്ട്രസ് ഇല്ലേ, ആൾക്ക് എൻ്റെ ചായ ഉണ്ട്, നിന്നെ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നിട്ട് കുറേ പേര് കുറച്ച് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ ഇങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു എന്നെ പോലെ ഉണ്ട്. പിന്നെ വിൻഷേട്ടൻ്റെ അച്ഛൻ രാവിലെ വന്നപ്പോൾ ഇതന്നെയാട്ടോ പറഞ്ഞത്. അവരും പടം കാണാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ അതേ ഫസ്റ്റ് തന്നെ എന്നെയായിരുന്നു ഓർമ്മ വന്ന്. കാണാനും എന്നെ പോലെ ഉണ്ട്, ആ ക്യാമറ പൊക്കി പിടിച്ചിട്ടുള്ള നിപ്പും എന്നെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.